ഗാംഗുലിയോളം തന്നെ പ്രിയപ്പെട്ടയാളായിരുന്നു എനിക്ക് നഗ്മയും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നഗ്മ ഞങ്ങളെയൊക്കെ ഭയങ്കരമായി ആവേശം കൊള്ളിച്ചിരുന്നു. സംഗീത ബിജിലാനിയും അസറുദ്ദീനും പ്രേമിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഗാംഗുലിയെപ്പോലൊരാൾ നഗ്മയെ കൊണ്ടുപോകുന്ന അക്കാലത്തൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. അക്കാലത്ത് മാത്രമല്ല, അന്നു മുതൽ ഇന്ന് വരെ മാണിക് ഭാഷ ഉയർത്തിയ ഒരു വെല്ലുവിളി, ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പിൽ. ഒളിഞ്ഞു നോട്ടത്തിൻ്റെ ഒരു പ്രശ്നം ശരിക്കും മനുഷ്യരിലേക്കുള്ള എൻ്റെ നോട്ടങ്ങൾക്കുണ്ട്. പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷത്തെങ്കിലും ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അവസാനത്തെ ഗാന്ധി എന്നെഴുതുന്ന സമയത്ത് ആ ടൈറ്റിലൊരു സംഗതിയുണ്ട്. നഷ്ടങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ജീവിതം ഉടനീളം നാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക. അത് മുത്തശ്ശിയുടെ വെടിയുണ്ട കൊണ്ട് കീറി പറഞ്ഞു പോയ ഉടലാവട്ടെ, ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കിട്ടാതെ ചിതറിത്തെറിച്ചു പോയ അച്ഛൻ്റെ ഉടലാവട്ടെ, ഇന്ത്യ എന്താണ് രാഹുലിന് കൊടുത്തത്? ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തുകൊണ്ടാണ് നെഹ്റുവിൻ്റെ പ്രേമത്തെക്കുറിച്ച് ആളുകൾ പറയാത്തതെന്ന് ഞാൻ ആലോചിക്കും. ഇന്ത്യയിൽ നിന്ന് മൗണ്ട് ബാറ്റൺ പോയതിന് ശേഷം മൗണ്ട് ബാറ്റൻ്റെ ഭാര്യയുമായിരുന്നു നെഹ്റുവിന് പ്രണയമുണ്ടായിരുന്നു എന്ന ചർച്ച വലിയ വിവാദമായി അക്കാലത്തും ഇക്കാലത്തും നിലനിൽക്കുന്നത്. പോയതിന് ശേഷം വർഷങ്ങൾക്കിപ്പുറത്ത് മൗണ്ട് ബാറ്റൻ്റെ മകൾ അമ്മയെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ മൗണ്ട് ബാറ്റൻ്റെ മകൾ എഴുതുന്നുണ്ട്, ഇവിടെ നിന്ന് പോയതിന് ശേഷം അമ്മ അങ്ങേയറ്റം ദുഃഖിതയായിരുന്നു.